ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ ഇസ് ഈക്വൽ ടു 7 × 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ് കേട്ടോ. അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ ന്യൂ സീറോ ആണല്ലോ, അത് എത്രയാ തന്നത്? 7 × 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി. എന്താ കാണാൻ പറഞ്ഞത്? കൈനറ്റിക് എനർജി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. when a radiation of frequency അഥവാ nu is equal to 1 × 10⁻⁻15 ആണ്, -15 hits on a metal. സോ എവിടെയുള്ള ക്വസ്റ്റ്യനാ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അഥവാ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ എന്താ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. എടാ h എന്ന് പറഞ്ഞാൽ 6.626 × 10⁻⁻34 ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 10⁻⁻15 മൈനസ് 1 × 10⁻⁻14 ആണ്. ഇത് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അതായിരിക്കും കൈനറ്റിക് എനർജിയുടെ വാല്യൂ. അടുത്തത് കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഫോട്ടോൺ അറ്റ് 525 നാനോമീറ്റർ. 525 നാനോമീറ്ററിലുള്ള ഒരാളുടെ വാല്യൂ എന്ത് ചെയ്യണം? ഫോട്ടോണിന്റെ വാല്യൂ എന്ത് ചെയ്യണടാ? കണ്ടെത്തണം. 525 നാനോമീറ്റർ. എടാ നമുക്കറിയാം എനർജി ഈസ് ഈക്വൽ ടു എന്താ? h ന്യൂ ആണ് അല്ലെ? എനർജി ഈസ് ഈക്വൽ ടു h ന്യൂ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ തന്നത്? ലാംഡയാണ് തന്നത്. എന്ത് തന്നിട്ടില്ല? ന്യൂ തന്നിട്ടില്ല. അപ്പൊ ന്യൂവും ലാംഡയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ, ലാംഡ ഈസ് ഈക്വൽ ടു v ബൈ ന്യൂ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു എന്താ? v ബൈ ലാംഡ അല്ലേ? v ബൈ ലാംഡ ആയിരിക്കും. സോ ഇത്രയും വാല്യൂ നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ടോ? v തന്നിട്ടുണ്ടോ? ഉണ്ട്. ഫോട്ടോണ അഥവാ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 525 നാനോമീറ്ററാ. നാനോമീറ്ററിന് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാടാ? 10⁻⁹ കൊണ്ട് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും മീറ്റർ ആയിരിക്കും. സോ നമ്മൾ ഇക്വേഷൻ എന്തായി? h ഇൻറ്റു v ബൈ ലാംഡ അല്ലെങ്കിൽ c ബൈ ലാംഡ എന്ന് പറയാം. കാരണം എന്താ? ഇത് ഈസ് ഈക്വൽ ടു c ആണ്. സോ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്താ? hc ബൈ ലാംഡ എന്ന് എഴുതാം. എടാ h എന്ന് പറഞ്ഞാൽ 6.626 × 10⁻⁻34 ഇൻറ്റു c എന്ന് പറഞ്ഞാൽ എത്രയാടാ? c എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 3 × 10⁸ ഡിവൈഡ് ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ 525 × 10⁻⁹ സോ ഇത് ചെയ്താൽ ഒരു വാല്യൂ കിട്ടുമല്ലോ. അത്രയും ജൂൾ ആയിരിക്കും നമ്മുടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ ആറ്റം വിത്ത് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് മാസ് ഇസ് ഈക്വൽ ടു 9 × 10⁻⁻31 കിലോഗ്രാം. സോ വേവ് ലെങ്ത് കാണാനാ പറഞ്ഞത്. എന്താ വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ? ലാംഡ. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമ്മൾ ചെയ്യാ? വേവ് ലെങ്ത് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. എങ്ങനെ ചെയ്യാ? ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ p എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഏതാ? ഡി ബ്രോഗ്ലി ഡ്യുവൽ നേച്ചർ ഇക്വേഷൻ. അത് എന്തിന് ഈക്വലാ? h ബൈ mv ക്ക് ഈക്വലാ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? h എന്ന് പറഞ്ഞാൽ 6.626 × 10⁻⁻34 ആൻഡ് m is equal to എന്താടാ? 9.1 × 10⁻⁻31 ആൻഡ് v is equal to എത്ര തന്നിട്ടുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇടുമ്പോ 6.626 ഡിവൈഡ് ഇൻറ്റു 10⁻⁻34 ഡിവൈഡ് ബൈ 9.1 × 10⁻⁻31 ഇൻറ്റു 10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. അത്രയും മീറ്റർ ആയിരിക്കും നമ്മുടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് അൺസർട്ടേണിറ്റി. ഉറപ്പിച്ചോ? ഏതാ ക്വസ്റ്റ്യൻ? ഹൈസൻബർഗ് അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π. എടാ പി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാം. m ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π ആണ്. സോ നമുക്ക് തന്നത് എന്താ? അൺസർട്ടേണിറ്റി ഇൻ ദ വെലോസിറ്റി എത്രയാ? 1.2 ആങ്സ്ട്രോം. അതിനെ മാറ്റാൻ എന്ത് ചെയ്യണം? 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും മീറ്റർ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അടുത്തത് മാസ് തന്നിട്ടുണ്ട് 130 ഗ്രാം. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താ വരിക? സോറി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താ വരിക? നമ്മോട് കാണാൻ പറഞ്ഞ എന്താ? അൺസർട്ടേണിറ്റി ഇൻ പൊസിഷൻ ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? സോറി
ഡെൽറ്റ വി അല്ലല്ലോ തന്നത്, ഡെൽറ്റ എസ് അല്ലേ തന്നത്. കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ആ തന്നത്. സോ ഡെൽറ്റ എക്സ് ആ. സോ നമ്മോട് എന്താ കാണാൻ പറഞ്ഞത്, ഡെൽറ്റ വി എന്ന് പറയുന്നത് ഈക്വൽ ടു എടുത്താൽ മതി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലേ, അപ്പൊ ഈക്വൽ ടു എടുത്താൽ മതി. എന്ത് വരും, എച്ച് ഡിവൈഡഡ് ബൈ 4 π ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു എം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6.626 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 4 π ഇൻറ്റു ഡെൽറ്റ എക്സ് പറഞ്ഞാൽ 1.2 ഇൻറ്റു 10⁻10 ഇൻറ്റു 130 പറഞ്ഞാല് 0.130 ഉണ്ടാവും. ഇതെന്താണ്, 0.130 ഗ്രാം ആയിരിക്കും, കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, ഇതിന്റെ വാല്യൂ ആയിരിക്കും അത്രയും എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ എന്താ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഏതാ, ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 109,677 ഇൻറ്റു 1 ബൈ n1 സ്ക്വയർ മൈനസ് 1 ബൈ n2 സ്ക്വയർ. ഇത് വെച്ചുള്ള ന്യൂമറിക്കൽസ് എന്ത് ചെയ്യാറുണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ചോദിക്കാറുണ്ട്. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം, അതുവരേക്കും ബൈ.